നമ്മുടെ എല്ലാം ആശയും അഭിലാഷവുമായ നമ്മുടെയൊക്കെ ഈ നൂറ്റാണ്ടിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ വിപ്ലവ നായകൻ മഹാനായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അൽഹംദുലില്ലാ വളരെ തിരക്ക് പിടിച്ച വിശ്രമ ജീവിതത്തിലും തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ, നമ്മുടെ ത്വയ്ബ വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ മഹാനായ ഉസ്താദ് അവറുകൾ ഇവിടെ എത്തി എന്നുള്ളത് തന്നെ ഇസ്ര എന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഇത്രയും വലിയ യാത്ര ചെയ്ത് ഉസ്താദ് ഏകദേശം ഈ 15 ദിവസത്തിനുള്ളിൽ ചെയ്ത യാത്ര നാം കണക്കിലെടുക്കുമ്പോൾ നാം ഞെട്ടിപ്പോകും. കോഴിക്കോട് നിന്ന് മർക്കസിൽ നിന്ന് എറണാകുളത്തേക്ക്, എറണാകുളത്ത് 2 ദിവസത്തെ പരിപാടി, അവിടെ നിന്ന് ചെന്നൈയിലേക്ക്, ചെന്നൈയിൽ 2 ദിവസം പ്രോഗ്രാം, ചെന്നൈയിൽ നിന്ന് നേരെ മലേഷ്യയിലേക്ക്, മലേഷ്യയിൽ 4 ദിവസത്തെ പ്രോഗ്രാം, മലേഷ്യയിൽ നിന്ന് നേരെ കാസർഗോഡ് ജാമിയ സയ്യിദിയയുടെ പരിപാടിയിലേക്ക്, അവിടെ നിന്ന് വീണ്ടും മർക്കസിലേക്ക്, മർക്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക്, ബാഗ്ദാദിൽ 2 ദിവസം, ബാഗ്ദാദിൽ നിന്ന് വീണ്ടും കൊച്ചി എയർപോർട്ടിൽ, അവിടെ നിന്ന് 2:30 ഫ്ലൈറ്റ് ഇറങ്ങിയ ഉസ്താദ് വീണ്ടും 6 മണിക്ക് ഗോവയിലേക്ക് തിരിക്കുകയാണ്. നമുക്കാർക്കും കഴിയില്ല ഇങ്ങനെ ഓടാൻ. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അമൂല്യമായൊരു സൗഭാഗ്യമാണ് മഹാനായ ഉസ്താദ് അവറുകൾക്ക് ലഭിച്ചത്. ആ ത്യാഗം സഹിച്ച് ഇത്രയും വലിയ യാത്ര നടത്തിയ ഉസ്താദാണ് ഇന്ന് ഈ മഹാസംഗമത്തിൽ, നമ്മുടെ ത്വയ്ബ വില്ലേജിന്റെ ഉദ്ഘാടന സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാ പ്രയാസങ്ങളും മറികടന്ന് ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ ഞങ്ങൾ ഉസ്താദിനെ സ്വീകരിക്കാൻ ചെന്നപ്പോ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു, എന്തിനാ മക്കളെ നിങ്ങൾ ഉറക്കൊഴിച്ച് ഈ പാതിരാത്രിയിൽ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരുന്നതല്ലേ എന്ന് ഉസ്താദ് പറയുമ്പോ ഒരു പിതാവിനെ പോലെ, അല്ലെങ്കിൽ ഒരു നായകൻ, ഒരു ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കണമെന്ന കൃത്യമായ സന്ദേശമാണ് ഉസ്താദ് നൽകുന്നത്.